എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ടേക്ക് എ വാക്ക് ഇൻ നേച്ചർ, വർക്ക് വിത്ത് നേച്ചർ. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പ്രകൃതിയോടുകൂടി അടുത്ത് ഇടപഴകി ജീവിക്കുക എന്നാണ്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയിന്റാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒട്ടുമിക്ക അസുഖങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മാനസികമായ പിരിമുറുക്കമാണ്, അല്ലെങ്കിൽ സ്ട്രെസ്സാണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന പല ആളുകൾക്കും തോന്നുന്ന ഒരു കാര്യം ഇതാണ്, ഒരു മിഥ്യയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇന്നത്തെ കാലത്ത് മാത്രമാണ് നമുക്ക് സ്ട്രെസ് ഉള്ളത്. പണ്ടത്തെ കാലത്തുള്ള ആളുകൾക്ക് വളരെയധികം സുഖമായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അവർക്ക് ഒട്ടും സ്ട്രെസ് ഇല്ലായിരുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് പോലും ഒരു രാജാവിനെ സംബന്ധിച്ച് ഒരുപാട് സ്ട്രെസ് ഉണ്ടായിരുന്നു. ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, ശത്രു രാജ്യം നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഇനി അതിനൊക്കെ മുമ്പ് കാട്ടിൽ ജീവിച്ചിരുന്ന സമയത്തും ഒരു കാട്ടുമൃഗം വന്ന് നമ്മളെ ആക്രമിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അതിനെ എങ്ങനെ തടയാം, അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, അന്നത്തെ മനുഷ്യനും ശരിക്കും പറഞ്ഞാൽ സ്ട്രെസ് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ആ സ്ട്രെസ്സിൻ്റെ ആ രീതികൾ മാറി എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പിന്നെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് സ്ട്രെസ് ഒരല്പം കൂടുതലാണ്. കാരണം പല കാര്യങ്ങളും മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കമാണ്. എന്ത് തന്നെയാണെങ്കിലും പണ്ടത്തെ കാലം മുതലേ ആളുകൾ പറയുന്ന ഒരു വലിയൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഒന്ന് നടക്കുക, പ്രകൃതിയെ മനസ്സിലാക്കി അല്ലെങ്കിൽ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും ഒരല്പസമയം നടക്കുക എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാർക്ക് പോലും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, വലിയ കൊട്ടാരം ഉണ്ടല്ലോ, വലിയ സുഖ സൗകര്യങ്ങളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് രാജാവ് നടക്കേണ്ടത്? എന്തൊക്കെ തന്നെ പറഞ്ഞാലും കൊട്ടാരമാണെങ്കിൽ പോലും മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു സംഭവമാണ്. പ്രകൃതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തുറന്ന സ്ഥലമാണ്. അതിനകത്ത് പക്ഷികളുണ്ടാകാം, മൃഗങ്ങളുണ്ടാകാം, ചെടികളുണ്ടാകാം, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ കടലിൻ്റെ വലിപ്പം, കാറ്റിൻ്റെ ആ ഒരു എന്താ പറയുന്ന ഒരു സുഖം, ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും പ്രകൃതിയിൽ നിന്ന്. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഇത് ശരിക്കും ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു സിറ്റിയിലൊക്കെ താമസിക്കുന്ന ഞാൻ എവിടെയാണ് നടക്കേണ്ടത്? ഒട്ടുമിക്ക എല്ലാ സിറ്റിയിലും ഒരല്പം നടക്കാനായിട്ടുള്ള സ്ഥലം തീർച്ചയായിട്ടും ഉണ്ട്. എവിടെയെങ്കിലും ഒരു ചെടി ഉണ്ടാവാതിരിക്കില്ല. പിന്നെ വലിയൊരു സിറ്റികളൊക്കെ ആണെങ്കിൽ പാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്, പല പാർക്കുകളിലും രാവിലെ സമയങ്ങളിലൊക്കെ ഒരുപാട് പേര് നടക്കാറുണ്ട്. നമുക്കും എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? അപ്പം തീർച്ചയായിട്ടും അത്രയും തിരക്കുള്ളൊരു സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും പ്രകൃതിയെ കാണാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി ഒന്ന് നടക്കുക. എല്ലാ ദിവസവും ഒരല്പസമയം നടന്നാൽ തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു ദിവസം നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള ധാരാളം ഊർജ്ജം നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സ്ട്രെസ്സ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാനും ജീവിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എല്ലാ ദിവസവും സന്തോഷത്തോടു കൂടി നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു.